നമസ്കാരം, ന്യൂമൽസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന രണ്ട് സെലോറിയോ ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കൊക്കെ ധാരാളം എൻക്വയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ സെലോറിയോ ഓട്ടോമാറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പേർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം രണ്ട് സെലോറിയോ ഓട്ടോമാറ്റിക് വാഹനം, അത് യാതൊരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്ത മികച്ച ക്വാളിറ്റിയിലുള്ള രണ്ട് വാഹനമാണ് ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഈ വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. Yeah, everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's faking now. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2017 മോഡല് സെലോറിയോ ഓട്ടോമാറ്റിക് VXI വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനം ഒരു 43,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത്. വളരെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ മോണിറ്റർ നോക്കി കഴിഞ്ഞാൽ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഫ്രണ്ട് ഗ്രില്ല്, ഹെഡ് ലാംപ്സ് കാര്യങ്ങളെല്ലാമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫോഗ് ലാംപ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. VXI വേരിയൻ്റാണ് ഈ വാഹനം. ഇതിൻ്റെ വശങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഫ്രണ്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ ഡാമേജസോ റീപ്ലേസോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 95% ടയേഴ്സും ഈ വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ വശങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഡോർസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നത്. യാതൊരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മികച്ചൊരു വാഹനം തന്നെയാണ്. ബാക്ക് ടയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 95% ടയേഴ്സ് ഉണ്ട്. അതായത് 4 ടയറും പുത്തൻ ടയർ തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാരുതി സുസുക്കിയുടെ ലോഗോ, അതുപോലെ തന്നെ സുസുക്കിയുടെ ലോഗോ, സെലോറിയോയുടെ ബാഡ്ജിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. VXI വേരിയൻ്റ് അതുകൊണ്ടും അതുപോലെ തന്നെ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ബാഡ്ജിങ് ഒക്കെ മുതലാവ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഒരു 313 ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം ചെറിയ ഫാമിലിക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ലഗേജസ് ഒക്കെ വെക്കാവുന്ന ഒരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റ് ഫോൾഡബിൾ കൂടിയാണ്, 60/40 ഫോൾഡബിൾ ആണ്. അപ്പോൾ നമുക്കൊരു വാഹനത്തിലൊരു ബാക്കിലൊരു പാസഞ്ചർ ഉണ്ടെങ്കിൽ നമുക്ക് 2 പേർക്ക് ഇരിക്കാവുന്ന ആ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു സീറ്റ് മാത്രമായിട്ട് ഫോൾഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാ സീറ്റും ഫോൾഡ് ചെയ്യാം. അപ്പോൾ 60/40 സീറ്റ് ഫോൾഡബിൾ ഓപ്ഷനോട് കൂടിയിട്ടുള്ളൊരു വാഹനം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ലഗേജൊക്കെ കൊണ്ടുപോകുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ്. നമുക്കിതിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് ടയർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 90% ടയേഴ്സ് ഉണ്ട്. അതായത് 4 ടയറും പുത്തൻ ടയർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ വേറെ ഡാമേജസോ കാര്യങ്ങളോ പരിക്കുകളോ ഒന്നുമില്ല. വളരെ മികച്ച ക്വാളിറ്റി തന്നെയാണ് ഈ വാഹനം നിലനിർത്തുന്നത്. വൈറ്റ് കളർ വാഹനമാണ്. വെറും 46,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2017 മോഡൽ VXI വേരിയൻ്റാണ് ഈ വാഹനം. നമുക്ക് അത് VXIയിൽ ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ്. നമുക്കിനിപ്പോൾ അടുത്ത സെലോറിയിലേക്ക് കിടക്കാം. അതായത് ഈ കാണുന്ന വാഹനം 2015 മോഡലാണ്, സിംഗിൾ ഓണറാണ്. അതുപോലെ തന്നെ ZXI വേരിയൻ്റാണ്. അപ്പോൾ ഇതിനകത്ത് എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ZXI വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അന്നേരത്തെ ടോപ്പ് എൻഡ് വാഹനം തന്നെയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് വാഹനം കൂടി ഇതാണ്. അതുപോലെ തന്നെ വെറും 23,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ്. വെറും 23,000 കിലോമീറ്റർ, അതും ലോ കിലോമീറ്റർ ആയിട്ടുള്ള മികച്ച ക്വാളിറ്റിയുള്ളൊരു വാഹനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ലോ കിലോമീറ്റർ വാഹനങ്ങളൊക്കെ അന്വേഷിച്ചെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളില്ല. ബോണറ്റൊക്കെല്ലാം കമ്പനി വന്ന് അതേപോലെ തന്നെ ഇരിക്കുന്ന ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ക്രോമിയം സ്ട്രിപ്പൊക്കെ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട് ഗ്രിൽസ് കാര്യങ്ങളെല്ലാമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വശങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഫെൻഡർ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ യാതൊരുവിധ ഡാമേജസോ കാര്യങ്ങളും ഇല്ല. ഈ വാഹനത്തിൻ്റെ ടയേഴ്സ് 4 ടയറും പുത്തൻ തന്നെയാണ്. ഇത് അപ്പോളോൻ്റെ അമേസർ 4G എന്ന് പറഞ്ഞ ടയറാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് മൈലേജ് ലഭിക്കുന്ന ഒരു ടയർ കൂടിയാണിത്. നമുക്കിതിൻ്റെ വശങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ZXI വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ബോക്സ് ടൈപ്പ് LED വ്യൂ മിററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഇന്റേണലി ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് ഈ വാഹനത്തിൻ്റെ മിറർ. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഡോർസൊക്കെ നോക്കിക്കഴിഞ്ഞാലും നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് ടയർ നോക്കിക്കഴിഞ്ഞാൽ 95% ടയേഴ്സ് ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 4 ടയറും പുത്തൻ ടയർ തന്നെയാണ്. നമുക്ക് അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇത് ZXI വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ഡീഫോഗർ ലൈൻസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ലോഗോ, സുസുക്കിയുടെ ലോഗോ, സെലോറിയോ ബാഡ്ജിങ്, ZXI ബാഡ്ജിങ്, അതുപോലെ തന്നെ ഓട്ടോ ഗിയർ ഷിഫ്റ്റിൻ്റെ ബാഡ്ജിങ് കൂടി ഇതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് സെലോറിയുടെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 313 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. അത്യാവശ്യം ലഗേജ് കാര്യങ്ങളെല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സീറ്റാണെങ്കിലും 60/40 ഫോൾഡബിൾ ആണ്. അപ്പോൾ കമ്പനി വന്ന അതേ സീറ്റ്സ് കാര്യങ്ങളെല്ലാമാണ് ഇതിനകത്ത് ഉള്ളത്.
നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2017 മോഡൽ സെലോറിയ VXi ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം ഇപ്പോൾ നിലവിൽ ഇതുവരെ കവർ ചെയ്തിട്ടുള്ള 43,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇതുവരെ കവർ ചെയ്തിട്ടുള്ളത്. വേറെ യാതൊരുവിധ പരിക്കുകളോ ആക്സിഡൻറ്റോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണ്. കമ്പനിയിൽ വന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കവറുകൾ വരെ പ്ലാസ്റ്റിക് കവർ പോലും റിമൂവ് ചെയ്യാതെയാണ് ഈ കസ്റ്റമർ ഈ വാഹനം യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് AMT ഗിയർ ബോക്സാണ് വരുന്നത്. ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും AMT ഗിയർ ബോക്സ് വരുന്ന വാഹനങ്ങൾക്ക്. അപ്പോൾ മാരുതിയുടെ തന്നെ അത്യാവശ്യം നല്ല മൈലേജുള്ള ഒരു ചെറിയ ഓട്ടോമാറ്റിക് വാഹനമാണിത്. അപ്പോൾ തുടക്കക്കാർക്കും ഒക്കെ അതുപോലെ തന്നെ ലേഡീസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണിത്, സെലോറിയ ഓട്ടോമാറ്റിക്. അപ്പോൾ ഈ വാഹനത്തിന് 4 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ മികച്ച ക്വാളിറ്റി തന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാലും നല്ല മികച്ച നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഈ വാഹനം എന്ന് നമുക്ക് ഓവറോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഇതിനകത്ത് സ്റ്റിയറിംഗിൽ നമുക്കൊരു എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ നമുക്കിനി 2015 മോഡൽ വെറും 22,000 കിലോമീറ്റർ ഓടിയ സെലോറിയുടെ ഇൻറ്റീരിയർ ഭാഗം നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെറും 22,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെലോറിയ ZXi ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഈ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2015 മോഡലാണ്. അതും സിംഗിൾ ഓണർ വാഹനം തന്നെയാണ്. മികച്ച ക്വാളിറ്റി തന്നെ കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ നിർത്തിയിരിക്കുന്ന വാഹനമാണ്. അപ്പോൾ ZXi വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. വിത്ത് CD ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം ഉള്ളൊരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് AMT ഗിയർ ബോക്സാണ് ഈ വാഹനത്തിന് വരുന്നത്. സെലോറിയ ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല മികച്ച അപ്പോൾ അതുപോലെ തന്നെ വണ്ടി കമ്പനിയിൽ നിന്ന് വന്നിരുന്ന അതേ കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും ഈ വാഹനം നിലനിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ ഫാബ്രിക് സീറ്റ്സ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ആണ് ഇതിനകത്തുള്ളത്. ഫാബ്രിക് സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് കവേഴ്സ് കാര്യങ്ങളൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. വളരെ മികച്ച പെർഫോമൻസോടും കൂടിയും നല്ല മൈലേജും തരുന്ന ഒരു വാഹനം തന്നെയാണ് സെലോറിയ ഓട്ടോമാറ്റിക്. നമുക്ക് ഈ വാഹനങ്ങളുടെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2017 മോഡൽ സെലോറിയ ഓട്ടോമാറ്റിക് VXi വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്രോൺ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നു. യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ക്രോസ് ബമ്പർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നു. വേറെ പരിക്കുകളൊന്നും ഇല്ലാത്തൊരു വാഹനം തന്നെയാണിത്. നമുക്ക് ഇതുപോലെ 2015 മോഡൽ വെറും 22,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെലോറിയ ഓട്ടോമാറ്റിക് ZXi വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പർ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അപ്രോണും ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നു. അപ്പോൾ ഈ രണ്ട് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യാതൊരുവിധ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പുതിയ വാഹനം എങ്ങനെ എടുക്കാവുന്ന അതേ രീതിയിലുള്ള കണ്ടീഷനാണ് ഇപ്പോൾ രണ്ട് വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനങ്ങൾക്കൊക്കെ നമുക്ക് വാറണ്ടി ഓപ്ഷൻ കൂടി ഉണ്ട്. എഞ്ചിൻ ഗിയർ ബോക്സ് AC ഒക്കെ 1 ഇയർ നമുക്ക് വാറണ്ടി കൂടി നമുക്ക് വാഹനം എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിത്തൗട്ട് വാറണ്ടിയിൽ എടുക്കാവുന്ന ഓപ്ഷൻസ് കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെയൊക്കെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ K സീരീസ് എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ 3 സിലിണ്ടർ എഞ്ചിനാണ്. 3 സിലിണ്ടർ K സീരീസ് എഞ്ചിനാണ്. 1000 cc 67 bhp പവറും 90 Nm ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. അത്യാവശ്യം മൈലേജും വാഗ്ദാനം ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനായി AMT ഗിയർ ബോക്സോടുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനൊക്കെ ഏറെ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 23 km/L ആണ്. അപ്പോൾ നമുക്ക് എത്ര നല്ല നമുക്ക് അത്യാവശ്യം ഒരു 15-16 നമുക്ക് മൈലേജ് കിട്ടി തരുന്ന ഒരു വാഹനം കൂടിയാണിത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടി തന്നെ 15-16 നമുക്ക് അത്യാവശ്യം മൈലേജും കിട്ടുന്ന മികച്ച പെർഫോമൻസും കാഴ്ചവെക്കുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ലേഡീസിന് അതുപോലെ തന്നെ പുതിയ തുടക്കക്കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ്. അതും 2 വാഹനമുണ്ട്. യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെയൊക്കെ വില വിവരത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഈ 2 വാഹനവും കണ്ടു കഴിഞ്ഞാൽ ഈ 2 വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,68,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറിസ് കാർസ് കേരളയിലാണ്. ആലുവയിൽ തന്നെ ന്യൂമറിസ് കാർസിന് 2 ഷോറൂമാണ് ഉള്ളത്. ഒന്ന് ബാങ്ക് ജംഗ്ഷനിലും 2 പ്രിയദർശിനി റോഡിലുമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്ന ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനങ്ങൾക്ക് എക്സ്റ്റൻഡ് വാറണ്ടിക്കും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വാഹനങ്ങളുടെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.